This is the first part. Second part, that is administrative relation, and third part is financial relation. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ യൂണിയൻ ലിസ്റ്റിൽ ടാക്സ് കളക്ട് ചെയ്യാൻ ആർക്കായിരിക്കും പവർ ഉണ്ടാവുക? സെൻട്രൽ ഗവൺമെന്റ് അല്ലേ? അലോക്കേറ്റിംഗ് ടാക്സിംഗ് പവേഴ്സ് ആർക്കൊക്കെയാണ് പറയുന്നത്? കളക്ട് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റിനും ക്രിയേറ്റ് ചെയ്യാൻ പാർലമെന്റിനും ആയിരിക്കും പറയുന്നത്. ദാറ്റ് ഈസ് പാർലമെന്റ് ഹാസ് എക്സ്ക്ലൂസീവ് പവേഴ്സ് ടു ലെവി ടാക്സസ് ഓൺ യൂണിയൻ ലിസ്റ്റ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ആർക്കുണ്ട്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനും ആ പവർ ഉണ്ട്. എക്സ്ക്ലൂസീവ് പവേഴ്സ്, വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. കൺകറന്റ് ലിസ്റ്റിൽ ഇവിടെ ആർക്കാണ് പവർ? റിമെമ്പർ ദാറ്റ് there is no tax entries in concurrent list. There is no tax entries in concurrent list. Concurrent list എന്തില്ല? tax entries ഇല്ല. There is no tax entries in concurrent list. നമുക്ക് ആകെയുള്ള എക്സെപ്ഷൻ എന്ന് പറയുന്നത് 101st Constitutional Amendment, that is GST. നമ്മൾ സെപ്പറേറ്റ് പഠിക്കാം GST. 101st Constitutional Amendment Act. ഇതിൽ GST will be created as a separate entry. അതായത് GST കൗൺസിലിനാണ് അവിടെ പവർ. സെൻട്രലിനും സ്റ്റേറ്റിനും കൂടെ ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന GST കൗൺസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതും ഓർത്തിരിക്കുക. അടുത്തത് ഒരു അമെൻമെന്റ് ആണ്. ഈ അമെൻമെന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. 80th Constitutional Amendment Act. ഈ 80th Constitutional Amendment Act എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന കണ്ടീഷൻ നമ്മൾ സന്താനം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കെ സന്താനം പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് പറഞ്ഞത് ഫിനാൻഷ്യൽ പവേഴ്സ് കൂടുതൽ സെൻട്രലിനാണെന്നുള്ളതാണ്. ഈ 10th ഫിനാൻഷ്യൽ കമ്മീഷൻ അല്ലെങ്കിൽ 80th അമെൻമെന്റിലാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്? ഓൾട്ടർനേറ്റീവ് ഡെവല്യൂഷൻ ഓഫ് ഫണ്ട് സ്കീം അല്ലെ ഓൾട്ടർനേറ്റീവ് ഡെവല്യൂഷൻ സ്കീം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് സെന്ററിന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഷെയർ ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം? സ്റ്റേറ്റിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓർത്തിരിക്കുക 80th അമെൻമെന്റ്. അതായത് ഈ ഒരു അമെൻമെന്റ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ 101st Constitutional Amendment Act. ഇവിടെയും ഫിനാൻഷ്യൽ ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നോൺ ടാക്സ് റവന്യൂസ്. അതായത് ടാക്സ് റവന്യൂസ് നമുക്ക് അങ്ങോട്ട് ഞാനിപ്പോൾ ഒരു ഗ്രാൻഡ് നീഡ്സും ബാക്കി ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. വി വിൽ ഡിസ്കസ്. നമ്മൾ എങ്ങനെയാണ് ആ ഗ്രാൻഡ് വരുന്നതെന്നുള്ള 80th Constitution Amendmentil എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ നോക്കാം നോൺ ടാക്സ് റവന്യൂസ്. സെൻട്രലിനും സ്റ്റേറ്റിനും എന്തുണ്ട്? നോൺ ടാക്സ് റവന്യൂസ് ഉണ്ട്, ടാക്സ് അല്ലാത്ത റവന്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PSUസിന്റെ ഫണ്ട് ONGC, IOCL, BPCL, HPCL ഒരുപാട് PSUs ഉണ്ട്. അതുപോലെ കേരളം എടുക്കുകയാണെങ്കിൽ KSRTC, KSEB ഇങ്ങനെ പറഞ്ഞാൽ അതും PSUs ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക ടാക്സ് റവന്യൂ മാത്രമല്ല സെൻട്രലിനും സ്റ്റേറ്റിനും ഉള്ളത്. ഇവിടെ എന്തുകൊണ്ടുണ്ട്? നോൺ ടാക്സ് റവന്യൂസും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെയും കൂടുതൽ ടാക്സിംഗ് പവേഴ്സും നോൺ ടാക്സിംഗ് പവേഴ്സും ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാൻറ്റുകൾ, അതായത് 80th Constitutional Amendment Actൽ നമ്മൾ പറഞ്ഞു ഓൾട്ടർനേറ്റീവ് ഡെവല്യൂഷൻ സ്കീമിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഓൾട്ടർനേഷൻ ഡെവല്യൂഷൻ സ്കീം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 275ന്റെ കൺസെപ്റ്റിലാണ്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 275 എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് 280യുടെ അടിയിൽ ആർട്ടിക്കിൾ 280യുടെ അടിയിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഫിനാൻസ് കമ്മീഷൻ വരുന്നുണ്ട്. എല്ലാ 5 വർഷം കൂടുമ്പോഴും നമ്മൾ ഫിനാൻസ് കമ്മീഷനെ പ്രഖ്യാപിക്കും. ഈ ഫിനാൻസ് കമ്മീഷൻ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ അനുസരിച്ച് സെന്ററിന് കിട്ടുന്ന ഫണ്ടിന്റെ ഒരു ഷെയർ ആർക്ക് കൊടുക്കണം? സ്റ്റേറ്റിന് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റുകൾക്കും കൂടെ സെന്ററിന് 100 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 41 രൂപ 80 പൈസ ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം? സ്റ്റേറ്റിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻഡ്. സ്റ്റാറ്റ്യൂട്ട് മാൻഡേറ്ററി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ ഒരു ഗ്രാൻഡ് ഉണ്ട്, ഡിസ്ക്രിഷണറി ഗ്രാൻഡ്. ഈ ഡിസ്ക്രിഷണറി ഗ്രാൻഡ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 282ന്റെ അടിയിൽ വരുന്നതാണ്. ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി. സെന്ററിന് ചിലപ്പോൾ ഒരു സ്കീമിന്റെ അടി കൊടുക്കുന്നതായിരിക്കാം, സെന്ററിന് ചില ഫണ്ടുകൾ കൊടുക്കുന്നതാവാം. ഇതെല്ലാം എന്താണ്? ഡിസ്ക്രിഷണറി ഗ്രാൻഡ് ആണ്. ആർട്ടിക്കിൾ 282 ഡിസ്ക്രിഷണറി ഗ്രാൻഡ് ആയിട്ട് വരും. ആർട്ടിക്കിൾ 282 ഡിസ്ക്രിഷണറി ഗ്രാൻഡ് ആണ് അവിടെ വരുന്നത്. ഇത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം? അതർ ഗ്രാൻഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജൂട്ട് കൾട്ടിവേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബംഗാളിലെ ജൂട്ട് കൾട്ടിവേഷനും ബംഗ്ലാദേശുമായിട്ട് കണക്ട് ആയി കിടന്നതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തപ്പോൾ ബംഗാളിന് കുറച്ച് ഫണ്ടൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് സെപ്പറേറ്റ് ഫണ്ടുകളും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ അറിയണ്ട. യു ഷുഡ് റിമെമ്പർ അബൌട്ട് ആർട്ടിക്കിൾ 275 ആൻഡ് ആർട്ടിക്കിൾ 282. ഇനി അത് GST കൗൺസിൽ ഉണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. GST കൗൺസിൽ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 280, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻട്രസ്റ്റ്. ഇത് മൂന്നുമാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഒന്ന് ഈ അമെൻമെന്റുകൾ മാത്രം ഇപ്പൊ നോക്കിയിരുന്നാൽ മതി, ബാക്കി നമുക്ക് പുറകെ നോക്കാം.
ഫസ്റ്റ് വൺ ആർട്ടിക്കിൾ 279A GST Council. അതായത് സെന്ററിനെയും സ്റ്റേറ്റിനെയും കൂടെ കോപ്പറേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വി ഹാവ് ക്രിയേറ്റഡ് GST Council. സെന്ററിനും ഇതുണ്ട്, സ്റ്റേറ്റിനും റോളുണ്ട്, രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് GST Council. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻട്രസ്റ്റ്, സോറി ആർട്ടിക്കിൾ 280 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രൊട്ടക്ഷൻ പറയാം. ആർട്ടിക്കിൾ 280 അടിയിൽ ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്. ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, നമ്മൾ നേരത്തെ പറഞ്ഞ 80th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ് ഫിനാൻസ് കമ്മീഷൻ വഴി കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എവിടെ വരുന്നത്? ആരാ പറയുന്നത്? ഫിനാൻസ് കമ്മീഷൻ മെൻഷൻ അണ്ടർ ആർട്ടിക്കിൾ 280. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്. ഇവിടെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ, അതായത് സ്റ്റേറ്റിന്റെ ഡിമാൻഡ്സ് വരുന്നതിനനുസരിച്ച് സെൻട്രൽ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ lays down that following bills can be introduced in parliament only on the recommendation of president. അതായത് പ്രസിഡന്റിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു ബില്ല് കൊണ്ടുവരാൻ പാടില്ല. വൈ? ബിക്കോസ് ഇറ്റ് മേ അഫക്ട് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് എന്ത് ചെയ്യുക? ദാറ്റ് ഈസ് ഇമ്പോസസ് വേരിയസ് ഓൺ എനി ടാക്സ് ഓർ ഡ്യൂട്ടി ഇൻ വിച്ച് സ്റ്റേറ്റ് ആർ ഇൻട്രസ്റ്റ്. സ്റ്റേറ്റിന് ഇൻട്രസ്റ്റ് ഉള്ള ടാക്സോ ഡ്യൂട്ടിയോ ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രസന്റഡ് വിത്ത് ദി പെർമിഷൻ ഓഫ് പ്രസിഡന്റ്. ഓർത്തിരുന്നാൽ മതി, അത്യാവശ്യമില്ല, ഇതൊന്നും വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ 275 282 ഒക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ്. ഇനി നോക്കി ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന എക്സാമ്പിൾസ് അല്ലെ പുതിയതായിട്ട് വരുന്ന കേസുകൾ, പുതിയതായിട്ട് വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ആർട്ടിക്കിൾ 200 ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോർട്ട് വെർഡിക്റ്റ് ആണ്. കോർട്ടിന്റെ കറണ്ട് എക്സാമ്പിൾസ് കോട്ട് ചെയ്യുക. അതായത് കറണ്ട് എക്സാമ്പിൾസ് കോട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? ഈ കോർട്ടിന്റെ വെർഡിക്റ്റുകളായിരിക്കും നമ്മൾ കൊടുക്കുക. ഇതിന് എടുക്കേണ്ട ആംഗിൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇഷ്യൂ എന്താണ്, എക്സാമ്പിൾ എന്താണ്, സൊല്യൂഷൻ എന്താണ്, അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് സജഷൻ കൊടുക്കാൻ പറ്റും. കറണ്ട് അഫയേഴ്സ് മാഗസിൻ ബേസ് ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മുടെ ബേസിക്സിൽ അത് വരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സും ആർട്ടിക്കിൾസും വായിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, ഇതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഈ എക്സാമ്പിൾസൂടെ കോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ആൻസേഴ്സിനെ ഫോർമുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇത് ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കിയത്: ഫെഡറൽ സിസ്റ്റത്തിന്റെ ബേസിക്സ്, അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി മെയിൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർസ്റ്റേറ്റ് റിലേഷൻ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്റർസ്റ്റേറ്റ് റിലേഷൻ ആൻഡ് നാഷണൽ എമർജൻസി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫിനിഷ് ഓഫ് ചെയ്യാം. സോ താങ്ക് യു ഓൾ, സീ യു നെക്സ്റ്റ് ടൈം.